നിങ്ങൾ അറിഞ്ഞായിരുന്നു ഇടത്തോ ട്രിപ്പ് കഴിഞ്ഞ് ഷെഡിൽ പോലും പോകാൻ പറ്റാതെ നമ്മൾ നേരെ പോകുന്നത് അടുത്ത ട്രിപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ സാമ്പ്രാണിക്കുടിയിൽ വെച്ച് ഗാങ്സ്റ്ററിന്റെ വണ്ടിയിൽ 2 മിനറൽ വാട്ടർ വാങ്ങിച്ചു കുടിച്ചതുകൊണ്ട് അപ്പു സാറിന് മൊത്തം ലൂസ് മോഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വരുന്ന വഴിക്കുള്ള പമ്പ് മൊത്തം കയറി ഇറങ്ങിയാണ് അപ്പു സാർ ഇതുവരെ എത്തി. ഇന്നത്തെ ട്രിപ്പിന് ഫസ്റ്റ് പോകാനുള്ള മ്യൂസിയം എത്തിയപ്പോൾ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനും അപ്പു ഇവിടെ ഇറങ്ങി ചേട്ടനാണ് പിന്നെ വണ്ടി കൊണ്ട് പോയത്. അപ്പു സാറിന് ബാത്റൂമിൽ പോകാതെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇറങ്ങിയത്. വീട്ടിൽ പോയി ഡ്രസ്സുമാർ കാപ്പി പിടിച്ചുകൊണ്ടിരുന്നപ്പോൾ വിഷ്ണു സാർ നമ്മളെ വിളിച്ചോണ്ട് പോയത്. രാത്രി ഉറക്കം സെറ്റ് ആവാത്തോണ്ട് ഉറങ്ങാനുള്ള വണ്ടി സെറ്റപ്പ് ചെയ്ത് തരാന്ന് പറഞ്ഞാണ് വിഷ്ണു സാർ നമ്മളെ വിളിച്ചോണ്ട് പോയത്. കുലുങ്ങി പോകുന്ന വണ്ടിയിലിട്ട് ആട്ടിയായിട്ട് കളിക്കാൻ വേണ്ടിയാണ് നമ്മളെ കൊണ്ടുപോയതെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ. പിന്നെ പകുതി വഴിക്ക് ഇറങ്ങി വീട്ടിൽ ചെന്നൊരു ഉറക്കം ഉറങ്ങിയപ്പോൾ രാത്രി അപ്പോഴും റിജോ സാർ എന്നെ വീട്ടിൽ വന്ന് വിളിച്ചിട്ട് നേരെ പോകുന്നത് നന്ദുവിന് 34 സീറ്റിന്റെ അടുത്തേക്കാണ്. ബുദ്ധിയുള്ള 2 വണ്ടി കൊണ്ടുപോയപ്പോൾ മൈക്ക് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് സീക്കിക്കാതിരുന്ന മൈക്കിന് ഇവിടെ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. അവിടെ നിന്ന് പത്മനാഭ സുവിശേഷത്തിന്റെ പാർക്കിംഗ് എത്തിയപ്പോൾ ചേട്ടൻ ഇവിടെ ആൾക്കാരെ കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. ഒറ്റ ദിവസം കൊണ്ട് തള്ളി കഥകൾ പറഞ്ഞ് മറിക്കാൻ ചേട്ടനൊരു കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിലും കഥകൾ പറയാനും തള്ളി മറിക്കാനൊക്കെ നിമിഷ നേരങ്ങളുടെ കമ്പനി മതി. ഇന്നത്തെ ട്രിപ്പ് എന്ന് പറയുന്നത് പാക്കേജ് ട്രിപ്പ്. ഇന്ന് മുതൽ 3 ദിവസത്തേക്ക് ഇവർ നമ്മുടെ കൂടെ ഉണ്ട്. തമിഴ്നാട്ടിലുള്ള ഡാൻസ് അക്കാദമിയിലെ പിള്ളേരും രക്ഷകർത്താക്കളാണ് ഈ ട്രിപ്പിലുള്ളത്. ഇന്ന് തിരുവനന്തപുരം മുഴുവൻ കണ്ടിട്ട് തമ്പാനൂരിലാണ് സ്റ്റേ. ഇവരെ സ്റ്റേയുടെ റൂമിന്റെ അവിടെ ആക്കിയിട്ട് നമ്മൾ നേരെ തകരപ്പറമ്പിന്റെ അടിയിലുള്ള പാലത്തിനടിയിലാണ് വന്നത്. ഇവിടെ രാത്രി വണ്ടി പാർക്ക് ചെയ്യാൻ പാർക്കിംഗ് ഫീസും കൊടുക്കേണ്ട, നൈസായിട്ട് വണ്ടി കഴുകാനും പറ്റുമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഇവിടുന്ന് രാവിലെ 4:30 ആകുമ്പോൾ നമ്മുടെ ആൾക്കാരെ എടുക്കാൻ പോവേ വേണം. ബാത്റൂമിൽ പോവാതെ 5 മിനിറ്റ് പിടിച്ച് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലാണെങ്കിൽ പോലും വണ്ടിയോടുള്ള ആത്മാർത്ഥത കൊണ്ട് അപ്പു സാർ വണ്ടി കഴുകാൻ ഇവിടെ വന്നിട്ടുണ്ട്. ബാക്കി വിശേഷങ്ങൾ കാണാൻ നാളെ കാണാവേ.